വെള്ളപ്പട്ടാളത്തിനു നേരെ കർഷകരും സാധാരണക്കാരായ ജനങ്ങളും നടത്തിയ അത്യുജ്വലമായ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് മലബാർ സ്വാതന്ത്ര്യ സമരം. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങളിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയ മാനം നൽകിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെയും ആലി മുസ്ലിയാരുടെയും MP നാരായണമേനോന്റെയും മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെയും മറ്റനേകം സ്വാതന്ത്ര്യ സമര പോരാളികളുടെയും നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങളുടെ ഇതിഹാസം. നൂറുകണക്കിന് ദേശസ്നേഹികൾ വീരചരമം വരിക്കുകയും അതിലേറെ പേർ നാടുകടത്തപ്പെടുകയും ചെയ്തപ്പോൾ ആലംബഹീനരായി പോയ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേരെ ബ്രിട്ടീഷ് പട്ടാളം നടത്തിയ നരനായാട്ടിന്റെ കൂടി കഥയാണ് 1921 പറയാനുള്ളത്. പിറന്ന നാടിന്റെ മോചനത്തിനു വേണ്ടി നടത്തിയ സ്വാതന്ത്ര്യ സമരങ്ങളെ വർഗീയ കലാപമായി വക്രീകരിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ ഹീനമായ ഗൂഢാലോചനയുടെ ചുരുളഴിക്കുന്ന ചരിത്ര സത്യങ്ങൾ കൂടി ഈ ഡോക്യുമെന്ററിയിലൂടെ വെളിച്ചത്ത് വരികയാണ്. മറവിയുടെ പാതിമയക്കത്തിൽ നിന്ന് സമൂഹത്തെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ ഈ ശ്രമം ചരിത്രാന്വേഷികൾക്ക് മുൻപിൽ സമർപ്പിക്കുകയാണ്. പൂക്കോട്ടൂർ ഖിലാഫത്ത് മെമ്മോറിയൽ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ സഹകരണത്തോടെ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഡോക്യുമെന്ററിയുടെ പ്രകാശനവും ചരിത്ര സെമിനാറും 2024 ജനുവരി 16 ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 2 മണിക്ക് മേൽമുറി മച്ചിങ്ങൽ MSM ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നു. ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസ്തുത ചടങ്ങിൽ വെച്ച് അഭിവന്ദ്യനായ മലപ്പുറം MP ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി ഈ മഹനീയ സംരംഭം സമൂഹത്തിനായി സമർപ്പിക്കും. ചരിത്ര പണ്ഡിതന്മാരും ചരിത്രാന്വേഷികളും ചരിത്ര വിദ്യാർത്ഥികളും സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ പിന്മുറക്കാരും പങ്കെടുക്കുന്ന ഈ ചടങ്ങിനെ ധന്യമാക്കാൻ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. അബ്ദുറഹ്മാൻ കാരാട്ട് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിന്ന് മലപ്പുറം ബ്ലോക്ക് പുരസ്കാരം നൽകി ആദരിക്കുന്ന തിരുത്താനും ചരിത്രം വക്രീകരിക്കാനും ഉള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ യഥാർത്ഥ ചരിത്രം ഇവിടെ നിലനിർത്തുകയും അത് വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യാൻ ഈ ഡോക്യുമെൻ്ററിയും അതുപോലെ തന്നെ ഈ പുസ്തകങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. അപ്പോൾ പോകുമ്പോൾ സാധ്യമായ ആളുകളൊക്കെ ഒരു പുസ്തകം വാങ്ങി പോകണമെന്നും കൂടി പിന്നെ ഞാൻ നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ MLA P. ഉബൈദുള്ള സാഹിബാണ്. അതുപോലെ തന്നെ അബ്ദുസ്സമദ് സമദാനി സാഹിബാണ് നമ്മുടെ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹം മലപ്പുറത്ത് എത്തിയിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്ക് ഇവിടെ എത്തും. പിന്നെ തൽക്കാലം അധ്യക്ഷൻ വരുന്നത് വരെ നമ്മൾ അധ്യക്ഷ സ്ഥാനം TV ഇബ്രാഹിം സാഹിബ് ഏറ്റെടുക്കും. പിന്നെ ഈ ചടങ്ങിലേക്ക് എല്ലാവരെയും ഇവിടെ ഒരുപാട് ആളുകൾ വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പിന്നെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ CDS പിന്നെ അംഗങ്ങളുണ്ട്, പ്രസിഡൻറ്റുമാരുണ്ട്, പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരുണ്ട്, അതുപോലെ നമ്മുടെ പിന്നെ ഒരുപാട് ആളുകൾ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് നേരിട്ട് ക്ഷണിച്ചതനുസരിച്ച് ഇവിടെ ഒത്തിരി ആളുകൾ വരുത്തിയിട്ടുണ്ട്. പ്രമുഖന്മാരായ ആളുകളൊക്കെ ഇവിടെ മുന്നിലിരിക്കുന്നുണ്ട്. PKMICയുടെ കമ്മിറ്റി ഭാരവാഹികളൊക്കെ ഇവിടെ ഉണ്ട്. അവരെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ KK ആലിക്കുട്ടിയാക്ക എവിടെ? ആലിക്കുട്ടിയ
ഇങ്ങോട്ട് വരി കെ ആലിക്കുട്ടി കൊണ്ടോട്ടി. അദ്ദേഹം 921 സ്ത്രീകളുടെ പ്രത്യേക പങ്ക് എന്ന വിഷയത്തിൽ വമ്പത്തി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയ ഗ്രന്ഥകാരൻ കൂടിയാണ്. അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും, നമ്മുടെ HS നേതൃത്വത്തിൽ നമ്മുടെ ആശാ വർക്കർമാർ, അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മളോട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ കണ്ടില്ലേ, സാധാരണഗതിയിൽ ഒരു ചടങ്ങ് നടന്നാൽ ഓഡിയൻസ് ഇല്ലാതെയാണ് പരിപാടി നീളൽ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സ്റ്റേജിൽ ആളില്ലാത്തതുകൊണ്ടാണ് പരിപാടി നീണ്ടത്. 2 മണിക്ക് മുമ്പേ ഈ ഓഡിയൻസ് ഫുള്ളാക്കിയ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് തൽക്കാലം TV ഇബ്രാഹിം സാഹിബിനെ നമ്മൾ താങ്ക് യു സർ. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷ ഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി TV ഇബ്രാഹിം MLA അവർകളെ സാദരം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാരാട്ട് അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ പ്രിയങ്കരനായ ചരിത്രകാരനും എഴുത്തുകാരനും സാഹിത്യകാരനുമൊക്കെ ആയിട്ടുള്ള പ്രിയങ്കരനായ ശ്രീ P. സുരേന്ദ്രൻ, വേദിയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കന്മാരെ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ, എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, മലബാർ സ്വാതന്ത്ര്യ സമരം എന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ തന്നെ പറയാം. ഞാൻ മലബാർ കലാപം എന്ന് വിളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പലപ്പോഴും ഇന്ന് കലാപം എന്ന് പറയുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് കലാപം നടത്തുക എന്ന് പറയുന്നൊരു പുണ്യമായ സംഗതിയായിരുന്നു. അതുകൊണ്ട് ആ മലബാർ കലാപം തന്നെ എന്ന് വിളിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഇവിടെ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ഡോക്യുമെൻ്ററി പ്രകാശനമാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നിർവഹിക്കപ്പെടാൻ പോകുന്നത്. നമ്മുടെ സമദാനി സാഹിബും മന്ത്രി ഓൺലൈനിലും MP-യും മറ്റ് MLA-മാരെല്ലാവരും വരാനുണ്ട്. ഞാൻ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് ആദ്യമായി അഭിനന്ദിക്കുകയാണ്. കാരണം മലബാർ കലാപം എന്ന് പറയുന്ന അതിൽ ഏറ്റവും സുപ്രധാനമായ പങ്ക് വഹിച്ച പൂക്കോട്ടൂർ പ്രദേശം, മേൽമുറി പ്രദേശം, അങ്ങനെയുള്ള ഒട്ടനവധി പ്രദേശങ്ങളുണ്ട്. അതിൽ ഈ പൂക്കോട്ടൂർ പ്രദേശം തന്നെ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ളതാണ്. ആ പ്രദേശത്തെ പ്രതിനിധാനം കൂടി ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഇത് കൃത്യമായുള്ള ഒരു അടയാളപ്പെടുത്തലുകൾ ചെറിയ രീതിയിൽ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും കാര്യമായ രീതിയിലുള്ളൊരു അടയാളപ്പെടുത്തലുകളോ മറ്റു കാര്യങ്ങളോ വന്നിട്ടില്ല. 1995-2000 വർഷത്തിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കവേ ഇന്ന് അറവങ്കരയിൽ സ്ഥാപിതമായിട്ടുള്ള മലബാർ വാർ മെമ്മോറിയൽ ഗേറ്റ് എന്ന് പറയുന്ന പൂക്കോട്ടൂർ വാർ മെമ്മോറിയൽ ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഗേറ്റ് സ്ഥാപിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇതുവരെ വന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഒരു അടയാളപ്പെടുത്തലെന്ന് പറയുന്നത്. പലപ്പോഴും കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങൾ പോലും അവരുടെ ഈ പത്രത്തിൻ്റെ പരസ്യത്തിന് വേണ്ടി പോലും ആ മലബാർ 921 പൂക്കോട്ടൂർ വാർ മെമ്മോറിയൽ ഗേറ്റ് എന്ന് പറയുന്ന ഗേറ്റ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ട്, എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടിട്ടുണ്ട്. അവിടെ പോലും അതിൻ്റെ ഒരു ഈ ഫോട്ടോ കൊടുത്തുകൊണ്ടാണ് ഈ പത്രത്തിൻ്റെ പരസ്യത്തിന് പോലും ഉപയോഗിച്ചത്. അപ്പം അത്രമാത്രം ഈ സംഗതിക്ക് റേഞ്ച് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഇതുമായി ചരിത്രാന്വേഷണങ്ങളും വ്യാഖ്യാനങ്ങളും പുനർവായനയും പുനരാവിഷ്കാരവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ചരിത്രകാരന്മാർക്കിടയിൽ. അതൊക്കെ നടക്കട്ടെ. അതൊക്കെ നടന്ന് അതിൻ്റെ ഒരു അടയാളപ്പെടുത്തലായിട്ട് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ, മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് തന്നെ അതിൻ്റെ ഒരു 2ാം ഘട്ടത്തിൽ കൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത്. ബഹുമാന്യനായ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റും ആ ഭരണസമിതിയും അതുകൊണ്ട് തന്നെ അഭിനന്ദനം അറിയിക്കുന്നു. ഇതിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കൃത്യമായി സ്ഥലം വാങ്ങുന്നതിനൊക്കെ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പൂക്കോട്ടൂർ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടു കൂടി അത് നടക്കുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ PKMIC-യുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ ഡോക്യുമെൻ്ററി കൂടി നിർമ്മിക്കപ്പെടുന്നത്. കാലം എത്ര മേൽ മുന്നോട്ട് പോകുന്നുവോ അത്രമേൽ ഇത് പലരാലും വിസ്മരിക്കപ്പെടുന്നു, ചിലരാൽ തമസ്കരിക്കപ്പെടുന്നു, ചിലരാൽ ഇത് തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് യഥാർത്ഥ ഈ മലബാർ കലാപത്തിൻ്റെ
ചിത്രം എന്താണ് എന്നുള്ളത് ചെറിയ രീതിയിൽ തന്നെയെങ്കിലും ഡോക്യുമെൻ്ററി ആയിട്ട് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടാൻ പോകുന്നത്. എന്തായാലും ഈ ചടങ്ങിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ പി സുരേന്ദ്രനെ പോലെയുള്ള പ്രമുഖ വ്യക്തികളൊക്കെ ഉണ്ട്. നമ്മുടെ MP അബ്ദുസമ്മദ് സമദാനി സാഹിബ് തന്നെ, അദ്ദേഹം ഒരു ചരിത്ര അധ്യാപകനും അതോടൊപ്പം തന്നെ ഇതിൽ വളരെ കൂലങ്കഷമായി പഠനം നടത്തിയ വ്യക്തിയും ഒക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗത്തിനാണ് ഇവിടെ പ്രസക്തി എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ളൊരു മഹത്തായ ചടങ്ങിൽ സംബന്ധിക്കാൻ സാധിച്ചു എന്നുള്ള സന്തോഷം എനിക്കുമുണ്ട്. എന്നെ ക്ഷണിച്ചത് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നിങ്ങളോട് സംസാരിക്കാൻ ബഹുമാന്യനായ പി സുരേന്ദ്രൻ അവർകളെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ ഭാഷണം അവസാനിപ്പിക്കുന്നു. ജയ് നമസ്കാരം. 1921 മലബാർ സ്വാതന്ത്ര്യ സമര ചരിത്ര പശ്ചാത്തലത്തെ അധികരിച്ച് പ്രശസ്ത സാഹിത്യകാരൻ 1921 പോരാളികൾ വരച്ച ദേശഭൂപടങ്ങൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് കൂടിയായ പി സുരേന്ദ്രൻ അവർകൾ നിങ്ങളോട് സംസാരിക്കുന്നു. പി സുരേന്ദ്രൻ സാറെ സാദരം ക്ഷണിക്കുന്നു. ആയിക്കോട്ടെ. ആയിരത്തി 1921 മലബാർ സ്വാതന്ത്ര്യ സമരം. നേരത്തെ TV ഇബ്രാഹിം പറഞ്ഞ പോലെ എനിക്കിത് കലാപം എന്ന് പറയാനാണ് ഇഷ്ടം. റിവോൾട്ട് എന്നുള്ള, റവല്യൂഷൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഒരുപക്ഷെ ഞാൻ കൗമാരകാലത്ത് നക്സലൈറ്റായി അങ്ങനെ കഴിഞ്ഞു പോയതുകൊണ്ടാവാം ആ വാക്കിനോടുള്ള ഒരു വല്ലാത്തൊരു ഇഷ്ടം ഇപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. ആണ് ഞാനെപ്പോഴും ഈ കലാപം എന്ന് പറയും. കാരണം ഈ ബെർത്തോൾട്ട് ബ്രെസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു നഗരത്തിൽ അനീതിയുണ്ടെങ്കിൽ അവിടെ ഒരു കലാപമുണ്ടാകണം, ഇല്ലെങ്കിൽ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് ആ നഗരം കത്തിച്ചാമ്പലാകുന്നതാണ് നല്ലത് എന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ ഇന്ന് 1921 മലബാർ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെ മുൻനിർത്തിക്കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച ഡോക്യുമെൻ്ററിയുടെ ഔപചാരികമായ പ്രകാശനം, അതോടനുബന്ധിച്ചുള്ള ചരിത്ര സെമിനാറുമാണ്. പ്രിയപ്പെട്ട ഉബൈദുള്ള അവരും എന്ന് പ്രതീക്ഷിക്കുന്നു. കടന്നപ്പള്ളി രാമേന്ദ്രൻ ഓൺലൈനായി ഈ സംഗമത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള ജ്യേഷ്ഠ സഹോദര സ്ഥാനീയനായിട്ടുള്ള ഡോക്ടർ MP അബ്ദുസമ്മദ് സമദാനിയും ഈ വേദിയിൽ വരുന്നുണ്ട്. ഡോക്യുമെൻ്ററി സംവിധായകനുണ്ട്. വിവിധങ്ങളായ മേഖലകൾ, ചരിത്രം, സംസ്കാരം, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിവിധങ്ങളായ മേഖലകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒട്ടനവധി വ്യക്തിത്വങ്ങൾ ഇരിപ്പുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാരഥികളുണ്ട്. പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ കാരാട്ട്, സെക്രട്ടറി സുജാത, എല്ലാവരും ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷമുള്ളൊരു നിമിഷമാണ്. ഞാൻ എല്ലാവരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യുന്നില്ല. ഇത് എന്തുകൊണ്ട് സന്തോഷം ചോദിച്ചാൽ, ഞാൻ വട്ടംകുളത്താണ് താമസിക്കുന്നതെന്നാണ് എല്ലാവരും കരുതിയിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ വട്ടംകുളത്തുകാരനല്ല. ഞാൻ പൂക്കോട്ടൂരിൽ മാരിയാടിനോട് ചേർന്ന് കിടക്കുന്ന പാപ്പിനിപ്പാറയാണ് എൻ്റെ ജന്മദേശം. അതുകൊണ്ട് കൂടിയാണ് 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മണ്ണിലൂടെ നടന്ന് ഞാനൊരു പുസ്തകം എഴുതാനായി കാരണം. ഇതിനൊരു കാരണം കൂടി പറയാം. വലിയ നുണകളിലൂടെയാണല്ലോ കാലം കടന്നു പോകുന്നത്. അതാണ് പുതിയത് പറഞ്ഞാൽ നുണകൾ, അതാണ് ഇപ്പോഴത്തെ പുതിയ ഈ നരേഷൻ. നമ്മൾ പറയാൻ നരേഷനാണ്. ഈ ചില നരേഷനുകൾ ഉണ്ടാക്കാൻ, നരേഷനുകളിൽ ആളുകൾ കുടുങ്ങിപ്പോകും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ ക്ലിപ്പ് വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് ഈ രാം ജന്മഭൂമി എന്ന് പറയുന്ന ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. പക്ഷേ ഞാൻ ആവർത്തിച്ച് ഞാൻ പറയുന്നത്, എനിക്ക് കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു മറവിക്ക് നേരെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പറയാനുള്ളത് അത് അവിടെ ഉണ്ടാക്കുന്ന ക്ഷേത്രമല്ല എൻ്റെ പ്രശ്നം, അവിടുത്തെ രാമപ്രതിഷ്ഠയുമല്ല എൻ്റെ പ്രശ്നം, ഒന്നുമല്ല. മറിച്ച് അത് ഒരു പള്ളി പൊളിച്ചടക്കി അവിടെ പടുത്ത് കിട്ടിയ ക്ഷേത്രമാണ് എന്ന സത്യം
പറഞ്ഞുകൊണ്ടേയിരിക്കുക, അത് മറക്കാൻ ആരെയും അനുവദിക്കരുത് എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയം. ഇത് ആളുകൾ പെട്ടെന്ന് ഇതൊക്കെ മറക്കും. ക്ഷേത്രമാരാധന, രാമനെ ആരാധിക്കുകയോ രാമായണത്തെ അത് ആരാധിക്കുകയോ ഇഷ്ടപ്പെടുകയോ വായിക്കുകയോ ഒക്കെ ചെയ്യാം. അത് യാതൊരു തെറ്റുമില്ല. നമ്മൾ കാണേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം BJP-ൻ്റെ ഒരു നേതാവ് പറഞ്ഞൊരു കാര്യം, മഹാത്മാഗാന്ധി അദ്ദേഹം രാമഭക്തനായിരുന്നു, രാമരാജ്യം എന്ന് പറയുന്നൊരു സങ്കല്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇന്നായിരുന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കുമെന്നാണ്. അദ്ദേഹത്തോട് ചരിത്രം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1920 വെള്ളയിൽ കടപ്പുറത്ത് വെച്ച് മഹാത്മാഗാന്ധി കോൺഗ്രസ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് ആഹ്വാനം നടത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നത് ഷൗക്കത്ത് അലി ആയിരുന്നു എന്ന ചരിത്രം അങ്ങനെ മറന്നു കളയേണ്ട ആരും. അതിനെ ചേർത്ത് പിടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ രാമ ശബ്ദമായാലും അദ്ദേഹത്തിൻ്റെ രാമസങ്കല്പമായാലും രാമരാജ്യ സങ്കല്പമായാലും അത് മുസൽമാന്മാർ അതിനോടൊപ്പം നിന്നത് അത് മുസ്ലിം സമൂഹത്തെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രസങ്കല്പം തന്നെയാകും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. അതിനെ വികലമായി വ്യാഖ്യാനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് സമ്മതിച്ചു കൊടുക്കരുത് എന്നാണ്. പല ആഖ്യാനങ്ങളും കടന്നു വരും. ഇതിനൊക്കെ നമുക്ക് ചെറുത്തേ മതിയോ? ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ 1921 മലബാർ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു യാത്ര ചെയ്യുന്നത്. അതാണ് ആ പുസ്തകം. മനസ്സിലായോ? പിന്നെ ഇന്ന് ആദരിക്കുന്നുണ്ട്. നിങ്ങൾ മെമൻറ്റോ തരും, പൊന്നാട തരും. എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. എനിക്ക് താല്പര്യമുള്ളത് നിങ്ങളെൻ്റെ പുസ്തകം വായിക്കുക, എന്നിട്ട് അടുത്ത തലമുറയ്ക്കായിട്ട് അത് കൈമാറുക. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വയ്ക്കാനുള്ള ഒരു രേഖയാണ്. ഇത് ചരിത്ര ഗ്രന്ഥമല്ല. അതാദ്യമേ പറയാം, അത് ചരിത്ര ഗ്രന്ഥമല്ല. മറിച്ച് 16 പേരെ വെടിവെച്ച് കൊന്നു. 14 16 രണ്ട് അഭിപ്രായമുണ്ട്, കൃത്യതയൊന്നും അതിനില്ല. പക്ഷെ 16 പേരെ വെടിവെച്ച് കൊന്ന പാപ്പിനിപ്പാറയിലെ കുഞ്ഞിതങ്ങളടക്കമുള്ള ആളുകളാണ് രക്തസാക്ഷികളാവുന്നത്. അതാണ് എൻ്റെ ജന്മഗ്രാമം. അവിടെ നിന്ന് അൻഡമാൻ വരെ ഞാൻ നടത്തിയ ഒരു യാത്രയാണ്. പിൽക്കാല തലമുറ ആരാണ്, ഈ ഗൃഹങ്ങൾ ഏതാണ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് കണ്ടെത്താൻ വേണ്ടി ഞാൻ അൻഡമാൻ വരെ നടത്തിയ ഒരു യാത്ര. അൻഡമാനെ കുറിച്ച് വളരെ ചെറിയൊരു അധ്യായമേ ഉള്ളൂ. ഇനി അതിൻ്റെ തുടർച്ചയായിട്ടൊരു പുസ്തകം എഴുതണം. സത്യത്തിൽ ഫണ്ടില്ല, തുറന്നു പറയാലോ. ഈ ആദരവൊക്കെ തന്നെയുള്ളൂ. ഈ പുസ്തകം എഴുതണമെങ്കിൽ വലിയ ഫണ്ട് വേണം. ഈ യാത്രയ്ക്ക് വേണ്ടിയൊക്കെ ചിലവഴിച്ചിട്ട് എന്താ പറയുക, ആഭരണം പണയം വെച്ച്, തുറന്നു തന്നെ പറയാം, ആഭരണം പണയം വെച്ച് ആ ആഭരണത്തിൻ്റെ പലിശ എങ്ങനെ കൊല്ലം അടയ്ക്കുന്നു എന്നല്ലാതെ അതുപോലും തിരിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനെക്കുറിച്ചൊന്നും ഞാൻ വ്യാകുലപ്പെടുന്നില്ല. കാരണം അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഇതൊക്കെ ഒന്ന് രേഖപ്പെടുത്തി വയ്ക്കുക എന്ന ദൗത്യമാണ് ഞാൻ ഏറ്റെടുത്തത്. ഈ ഗ്രാമാന്തരങ്ങൾ യാത്ര ചെയ്ത് ആ പുസ്തകം ഒന്ന് നോക്കാൻ, അതാ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം കാണിക്കാവുന്നത് അത് മാത്രമാണ്. കുഞ്ഞ് പ്രസാധകർ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പുസ്തകം എഴുതാൻ പറ്റിയത്. പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചെന്ന്, ഏതെല്ലാം പാതകങ്ങളിലൂടെ. ഇപ്പം ഞാൻ ഒരൊറ്റ കാര്യം പറയാം, 21 നിൽക്കട്ടെ, ഈ മലബാറിലെ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തെക്കുറിച്ചല്ല ഞാൻ പറയും. നാട് കടത്തപ്പെട്ടവരൊരു ജീവിതം. 21 ഇവിടെ നിന്ന് നാട് കടത്തപ്പെട്ടവർ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് നാട് കടത്തപ്പെട്ടവർ, അവർ അൻഡമാനിൽ എങ്ങനെയാണ് അവരുടെ 4 തലമുറ അതിജീവിച്ചതെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? സങ്കല്പിക്കാൻ പറ്റില്ല. അവരനുഭവിച്ച 1921 നമ്മൾ എപ്പോഴും പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ ഭാഗമായുള്ള തിരിച്ചടികളും പീഡനങ്ങളും വേദനകളും ഒക്കെയാണല്ലോ, അല്ലേ? അത് കഴിഞ്ഞ് 42 മുതൽ 45 വരെയുള്ള ചെറിയൊരു കാലം അൻഡമാനിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആധിപത്യം ഉണ്ടായി. ജപ്പാനീസ് അധിനിവേശ കാലം ആ കാലഘട്ടത്തിലാണ്, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആ കാലഘട്ടത്തിലാണ് നേതാജി ജപ്പാനിൽ നിന്ന് ഒരു പോർ വിമാനത്തിൽ അൻഡമാനിൽ വന്ന് ഇറങ്ങുന്നത്. ഇന്നത്തെ പോർട്ട് ബ്ലെയർ. ഇന്ത്യൻ ദേശീയ പതാക ആദ്യമായിട്ട് ഉയരുന്നത് അൻഡമാനിലാണ്.
നേതാജി, അതാണ് ഫ്ലാഗ് പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ നടത്തിയ ജപ്പാൻകാർ നടത്തിയ കൊടിയ പീഡനങ്ങൾ, വേട്ടയാടലുകൾ, സത്യത്തിൽ ആ സമയത്ത് നേതാജിയുടെ ചില നിശബ്ദതകൾ തുറന്നു പറയട്ടെ എന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയേണ്ടി വരും. വല്ലാതെ വേദനിപ്പിച്ചു എന്ന് പറയേണ്ടി വരും ആ നിശബ്ദത. അവിടെ നടത്തിയൊരൊറ്റ സംഭവം ആലോചിക്കാം. പംഫ്രിഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ 44 പേരെ വെടിവെച്ച് ജീവനോടുകൂടി കുഴിച്ചു മൂടിയ ഒരു ചരിത്ര ഭൂമിയുണ്ട് അവിടെ. ഇവരെന്തിനാ കുഴിച്ചു മൂടിയത്? അൻഡമാനിലെ സെല്ലുറാഡ് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ഇവരെ ബ്രിട്ടീഷ് ചാരന്മാരാണെന്ന് പറഞ്ഞിട്ടാണ് ഈ 44 പേർ, 45 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുമ്പോൾ തന്നെ വെടിവെച്ചിട്ടു. ബാക്കി 44 പേരെ കൊണ്ടുവന്ന് ആ കുഴിയുടെ മുമ്പിൽ നിർത്തി അവരെയൊക്കെ ഓരോരുത്തരെയായി ഈ 44 പേരെയും വെടിവെച്ച് അവരുടെ നിലവിളികൾ ഒടുങ്ങും മുമ്പാണ് അവരെ കുഴിമാടത്തിലാക്കിയത്. അതിൽ മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്, ഇന്ത്യയിലെ പല ഭാഗത്തു നിന്ന് ആളുകളുണ്ട്. ഡോക്ടർ നവാബ് അലിയുടെ ജീവിതം പഠിക്കണം. നവാബ് അലി അദ്ദേഹത്തെ ബ്രിട്ടീഷ് ചാരനാണെന്ന് പറഞ്ഞ് കൊണ്ടുവരിക. ആ കൊണ്ടുവന്നതിന് ശേഷം അദ്ദേഹത്തെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലിട്ട് അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. അതിക്രൂരമായി മർദ്ദിച്ച് അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ഈ മനുഷ്യൻ്റെ മുമ്പിലേക്ക് അദ്ദേഹത്തിൻ്റെ സുന്ദരികളായ 2 പെൺകുട്ടികൾ, യുവതികളെ കൊണ്ടുവരിക. ആ കൊണ്ടുവന്നതിന് ശേഷം ആ 2 യുവതികളെയും നഗ്നരാക്കുകയും അവരുടെ ജനനേന്ദ്രിയത്തിന് തീ വയ്ക്കുകയും ചെയ്ത ഒരു സംഭവമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. മനസ്സിലായോ? ഏത് വേദനകളിലൂടെയാണ് അവരൊക്കെ കടന്നുപോയതെന്ന്. ഇപ്പം ഞാൻ എൻ്റെ പുസ്തകത്തിന് തുടർച്ചയായിട്ട് 21 നാട് കടത്തപ്പെട്ടവർ എങ്ങനെയാണ് അൻഡമാനിൽ 4 തലമുറ അതിജീവിച്ചത് എന്നാണ് എൻ്റെ അടുത്ത ഒരു ഗവേഷണമായിട്ട് ഞാൻ എടുക്കുന്നത്. പക്ഷേ കുറച്ച് പ്രയാസമുണ്ട് അത് ചെയ്യാനായിട്ട്. കുറച്ച് നാൾ അവിടെ ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രയാസം ഞാൻ പറയുന്നത്. എത്ര നല്ല വേദനകളിലൂടെയാണ് ഈ മനുഷ്യർ കടന്നുപോയി എന്നാൽ അതിനെയാണ് നമ്മൾ വലിയ വംശീയവും വർഗീയവുമായ ആഖ്യാനങ്ങൾ നൽകിയത്. എന്നോട് ആറന്മുളയിൽ നിന്ന് ഒരു സംഘപരിവാറുകാരൻ, രാഷ്ട്രീയം പറയാതിരിക്കാൻ പറ്റില്ല, ഞാൻ രാഷ്ട്രീയം തന്നെയല്ലേ പറയുള്ളൂ, നിങ്ങൾക്ക് അറിയും ചെയ്യാം. ഒരു സംഘപരിവാറുകാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് 100 കണക്കിന് ആളുകളെയാണ് പൂക്കോട്ടൂരിൽ നിർബന്ധിച്ച് മതം മാറ്റിയത് മുസൽമാന്മാർ. സുരേന്ദ്രൻ മാഷത്ത് പഠിക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പൂക്കോട്ടൂരുകാരനാണ്. അല്ല, പൂക്കോട്ടൂരുകാരനാണ് ഞാൻ. നിങ്ങൾ പറഞ്ഞ 100 പോയിട്ട് ഒരാളുടെ മതം മാറ്റം പോലും വ്യക്തിപരമായിട്ട് എനിക്ക് അറിയുകയില്ല. അതുകൊണ്ട് എത്ര വലിയ നുണകളിലൂടെയാണ് നിങ്ങൾ ഈ ആഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത് എന്നറിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ തീരുമാനിച്ചത്. ഉണ്ട് മൊഴിക്കുന്നത്ത് ഇപ്പോൾ ആരും പറയുന്നൊരു കാര്യമുണ്ടല്ലോ, എന്താ 700 ചില്ലാൻ ആളുകളെ രക്തസാക്ഷി പട്ടികയിൽ നിന്ന് നീക്കി. എന്ത് 700 ചില്ലാനും? 60,000-ഓളം ആളുകളെയാണ് കാണാതായത് എന്നാണ് അല്ലേ? അമു എന്ന് പറയുന്ന വലിയ പോലീസ് ഉദ്യോഗസ്ഥൻ അവസാന കാലഘട്ടത്ത് മൊയ്യാരത്ത് ശങ്കരന് കൊടുക്കുന്ന ഇൻ്റർവ്യൂവിൽ പറയുന്നില്ലേ, എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഓരോ ദിവസവും 300 പേരെ കൊല്ലാനായിരുന്നു കൽപ്പന എന്നാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേരെ കൊന്നിട്ടുണ്ടാവും? 60,000 പേര് കാണാനില്ല. മൊഴിക്കുന്നത്ത് ബ്രഹ്മത്തെന്നും ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. കൊടിയ വേദനകളിലൂടെയാണ് യോഗക്ഷേമ സഭയുടെ ജേണലിൽ അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ പറയുന്നതാണ്, കൊടിയ വേദനകളിലൂടെയാണ് മപ്പിള മക്കൾ കടന്നുപോയത്, ഒന്നും പഠിക്കപ്പെട്ടിട്ടില്ല എന്ന. ഇത് ചേർന്ന് നിന്നത് തന്നെയാണ്. ഇപ്പോൾ വാര്യംകുന്നത്ത് ഫൗണ്ടേഷൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വാര്യംകുന്നത്ത് എപ്പോഴാണ് ഒരു എന്താ പറയുക മുറിവേറ്റ സിംഹമായി മാറുന്ന എപ്പോഴാ? ഏതാ സാഹചര്യം? അതുകൂടി പഠിക്കണം. വാര്യംകുന്നത്ത് ഒരു മുറിവേറ്റ സിംഹമായി മാറുന്നത് മഞ്ചേരിയിൽ നിന്ന് MP നാരായണ മേനോനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തെ ബയണറ്റ് കൊണ്ട് കുത്തി മുറിവേൽപ്പിച്ച് ആ ചോരച്ചാലിലൂടെ തിരൂർ വരെ MP നാരായണ മേനോനെ നടത്തിക്കൊണ്ട് പോയതോടുകൂടിയാണ് അദ്ദേഹം ഇത്ര കണ്ട് രോഷാകുലനായി മാറിയത് എന്നുകൂടി നമ്മൾ പഠിക്കണം. ഹിന്ദുവും മുസൽമാനും ചേർന്ന് നിന്നാണ് 21 സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭത്തിൻ്റെ ചരിത്രം. അറിയോ? പണ്ടിയാട് തെക്കേക്കളം
നാരായണ നമ്പീശനറിയോ? ഇവിടെ എത്ര പേർക്കറിയാം? പാണ്ടിക്കാട്ടെ പാണ്ടിയാട് തെക്കേക്കളം നാരായണ നമ്പീശൻ, ഉണ്ണി നമ്പീശൻ. ആരായിരുന്നു അവരൊക്കെ? ഉണ്ണി നമ്പീശൻ്റെയും നാരായണ നമ്പീശൻ്റെയും വീട്ടിൻ്റെ അകത്തളത്തിലിരുന്നിട്ടാണ് കാപ്പാട്ട് കൃഷ്ണൻ നായരും ഉണ്ണി നമ്പീശനും നാരായണ നമ്പീശനും വാരിയും കുന്നത്തും ഒക്കെ പാടെ കൂടി ചേർന്ന് ഈ സായുധ സമരത്തിൻ്റെ തീരുമാനമെടുക്കുന്നത്. നിവൃത്തിയില്ലാതെയാണ് എല്ലാവരും ഗാന്ധിയൻ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കാൻ ആഗ്രഹിച്ചത്. അത് പാലക്കാൻ തോടിക്ക് അബൂബക്കർ മുസ്ലിയാരായാലും കൊള്ളാം, കൊന്നാര തങ്ങളായാലും കൊള്ളാം, അവരങ്ങനെ തന്നെ ആവാൻ ആഗ്രഹിച്ചു. പക്ഷേ അവരതിലേക്കൊന്നും വിട്ടില്ല. അവരെ ആയുധമെടുക്കാൻ നിർബന്ധിച്ചു എന്നുള്ള. പരേടത്ത് കോയ 14-ാമത്തെ വയസ്സിലല്ലേ ക്ലാരിപുത്തൂരിൽ പരേടത്ത് കോയ ആ വെടിവെപ്പിന് സാക്ഷിയാവാൻ. അത് കഴിഞ്ഞിട്ട് മൂപ്പരോട് കവുങ്ങിലങ്ങാടി ജംഗ്ഷൻ വരെ ഈ വെടിയേറ്റ് മരിച്ച ആളുകളുടെ വാളും തൂക്കുമൊക്കെ കെട്ടിയിട്ട് അതൊന്നും അവിടെ നീ കൊണ്ടുവച്ച് വീട്ടിൽ പോയിക്കോന്ന് പറയുകയാണ്. ഈ കുട്ടി 14 വയസ്സ്. അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഈ തിരൂര് വരെ കൊണ്ടുവച്ചതാ. തിരൂര് പോയി. ആ തിരൂര് പോയതോടുകൂടി അവിടെ നിന്ന് പരേടത്ത് കോയയെ നാട് കടത്തുകയാണ് അൻഡമാനിലേക്ക്. 14 കൊല്ലം കഴിഞ്ഞ് 28-ാമത്തെ വയസ്സിൽ ഈ പരേടത്ത് കോയെ തിരിച്ചു വന്നിട്ടാണ് ഒരു കുടുംബമുണ്ടാകുന്നത്. അതറിയണമെങ്കിൽ പരേടത്ത് കോയയുടെ മകൻ ഉസൈൻ മൗലവി ക്ലാരിപുത്തൂരിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമുണ്ട്. ഇന്നിപ്പോൾ ഒരുപാട് പേരെ ആദരിക്കുന്നത്. എപ്പോഴെങ്കിലും ഞാനിപ്പോൾ സലാമിനോടത് പറഞ്ഞു, എപ്പോഴെങ്കിലും ഒന്ന് ആദരിക്കേണ്ടതുണ്ട്. ആരാന്നറിയോ? നേരിട്ട് ഇതിൻ്റെ വിക്റ്റിമായിട്ടുള്ള കുറേ പേരുടെ മക്കൾ, കുറച്ച് പേരെങ്കിലും ബാക്കിയുണ്ട് ആ കുടുംബത്തിൽ. അവർ ഓർക്കണം. കട്ടശ്ശേരിയുടെ മകൾ ഫാത്തിമ ജീവിച്ചിരിപ്പുണ്ടെന്നറിയോ? എൻ്റെ പുസ്തകത്തിൽ അവരെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരെ ഫോട്ടോ ഉപയോഗിച്ചിട്ടുണ്ട്, അവരെ കണ്ട കാര്യം പറയുന്നുണ്ട്. കട്ടലശ്ശേരിയുടെ മകൾ ഫാത്തിമ ജീവിച്ചിരിക്കുന്നു. മറക്കാൻ പറ്റുമോ? ആ കുടുംബത്തേക്ക് നമ്മൾക്ക് മറക്കാൻ പറ്റുമോ? ഇപ്പോൾ രക്തസാക്ഷി പട്ടികയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി പേര് രേഖപ്പെടുത്തിയാൽ ആരാ? നമ്മൾ കുറേ പേരുടെ പേര് രേഖപ്പെടുത്തിയില്ലേ? പക്ഷെ പേര് രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്ര പുസ്തകത്തിലും ഇല്ലാത്ത പേര് രേഖപ്പെടുത്തപ്പെട്ട ഒരു രക്തസാക്ഷിയുണ്ട്. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി കീടക്കാട്ട് ഫാത്തിമ, 14 വയസ്സ്, അധികാരത്തൊടി. എൻ്റെ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആ ഒരു അധ്യായം അതാ. ഒരുപക്ഷെ അത് എഴുതിയപ്പോഴാണ് ഈ പുസ്തകത്തിൻ്റെ രചനയിൽ ആദ്യമായി ഞാൻ കരഞ്ഞത്. അറിയാം, ഉപ്പാനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എൻ്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ച് ഉപ്പാൻ്റെ ശരീരത്തിൽ അള്ളിപ്പിടിച്ച കുട്ടീനെ അടർത്തി മാറ്റാൻ കഴിയാതെ പരാജയപ്പെട്ട പട്ടാളം ഉപ്പയുടെ ശരീരത്തോട് ചേർത്ത് വെച്ചാണ് 14 വയസ്സുകാരി കീടക്കാട്ട് ഫാത്തിമയെ വെടിവെച്ച് കൊല്ലുന്നത്. രേഖപ്പെടുത്തേണ്ടതൊക്കെ ജെൻഡർ രേഖപ്പെടുത്താത്ത പിന്നെയുമുണ്ട് രക്തസാക്ഷിയും. ആര്? തുവൂരിൽ എടപ്പറ്റ ബീവി കൈക്കുഞ്ഞിനെങ്ങനെ മാറുന്നെന്ന് അടർത്തിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞ് താഴേക്ക് വരുമ്പോൾ ബയണറ്റിൻ്റെ മുഴയിൽ കോർത്ത് കൊന്നു കളഞ്ഞൊരു കുഞ്ഞ്. അതിൻ്റെ ജെൻഡർ പോലും വ്യക്തമല്ല. ആ കബറ് ഇപ്പോഴും ഉണ്ട്. ഈ യാത്രക്കിടയിൽ അത് കണ്ടെത്തി. ഇപ്പോൾ അവർ പരീക്ഷിച്ചിട്ടുണ്ട്. എത്ര വലിയ വേദനകളിലൂടെയാണ് കടന്നു പോയത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു വെച്ചത്. മനസ്സിലാക്കണം, ഇത് ഹിന്ദുവും മുസൽമാനും ഒക്കെ ചേർന്ന് നിന്നാണ്. ഇപ്പോൾ മണ്ണാർക്കാട് ചെന്ന് കഴിഞ്ഞാൽ ഇളയനായരുടെ ഫാമിലിയെ കാണാം. മണ്ണാർക്കാട്ട് സമരത്തിന് സമ്പൂർണമായി നേതൃത്വം നൽകിയത് ഇളയനായരും അദ്ദേഹത്തിൻ്റെ ഹിന്ദുക്കളായിട്ടുള്ള സുഹൃത്തുക്കളുമായിരുന്നു മണ്ണാർക്കാട്. അവിടെ പ്രതാപികളായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബം ബ്രിട്ടീഷുകാർക്ക് ഒപ്പവുമായിരുന്നു. നമ്മൾ കാണേണ്ടത് ഇന്നും മുസ്ലിമൊന്നും അല്ല. മുസൽമാനായിട്ട് ധാരാളം ആളുകൾ ബ്രിട്ടീഷുകാർക്കൊപ്പം ഉണ്ടായിരുന്നു, ഹിന്ദുക്കളായ ആളുകളും ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നുണകൾ ഉണ്ടാക്കിയെടുത്തു. ആ നുണകളിലൂടെ പുതിയ പുതിയ ആഖ്യാനങ്ങൾ കടന്നു വരികയാണ്. അതുകൊണ്ട് നമ്മളിതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഈ ഡോക്യുമെൻ്ററി ഉണ്ടാക്കുന്നത് എന്തിനാ? ഞാൻ ഈ പുസ്തകം എഴുതുന്നത് എന്തിനാ? ഇതെല്ലാം മിലാൻ കുന്ദേര പറഞ്ഞതുപോലെ മറവിയുടെ കാലഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തലുകൾ ഒരു വിപ്ലവ പ്രവർത്തനമാണ്. എല്ലാവരും മറക്കുമ്പോൾ നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ള ഒന്ന് കാര്യം മാത്രം മനസ്സിലാക്കി എൻ്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കാം. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. 1921 മുതൽ 23 വരെ 1923 പാലക്കാൻ തോടിക്ക് അബൂബക്കർ മുസ്ലിയാർ തൂക്കിലേറ്റപ്പെടുന്നു. തൂക്കിലേറ്റുന്നതിന് മുമ്പ്
അദ്ദേഹം എഴുതിയ കത്ത് എൻ്റെ പുസ്തകത്തിൽ ഞാൻ എടുത്തു ചേർത്തിട്ടുണ്ട്. എത്ര ധീരരായ മനുഷ്യർ, ആലോചിച്ച് നോക്കൂ. അത് എഴുതുന്ന കാര്യം എന്താ, അതിൻ്റെ ആശയം അത്രേ പറയുന്നുള്ളൂ. അറബ് മലയാളത്തിൽ എഴുതിയത്. പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും ഉണ്ടാവില്ലെങ്കിൽ ഇതാ ഞാൻ തൂക്കിലേറ്റപ്പെടാൻ പോവുകയാണ്. എത്ര ധീരരായിട്ടാണ്. നമുക്ക് അതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു അംശമുണ്ട് നമുക്ക്, അല്ലേ? അവരൊക്കെ നടത്തിയുള്ള പോരാട്ടങ്ങളുടെ ധീരതയുടെ ഒരു ചെറിയൊരു അംശം നമ്മളിലുണ്ടോ? നമ്മളൊക്കെ വളഞ്ഞു കുത്തി നിൽക്കുകയല്ലേ ഫാസിസത്തിന് മുമ്പിൽ, അല്ലേ? വംശീയ ഫാസിസത്തിന് മുമ്പിൽ ഇങ്ങനെ വളഞ്ഞു കുത്തി നിൽക്കുമ്പോൾ നട്ടല് നിവർന്ന് പറയണം, നിങ്ങളാരും നേടിത്തന്നതല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ പിതാമഹന്മാർ പോരാടി നേടിയതാണ്. ഈ ഭൂമി ഞങ്ങളുടെയാണ്, ഈ മണ്ണ് ഞങ്ങളുടെയാണ് എന്ന് നമുക്ക് പറയാൻ, ഏത് ഫാസിസ്റ്റിൻ്റെ മുമ്പിലും നിവർന്ന് നിന്ന് പറയാൻ നമുക്ക് കഴിയണം. നമ്മൾ MP നാരായണമേനോൻ്റെയും മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെയും പാണ്ടിയാട്ട് ഉണ്ണി നമ്പീശൻ്റെയും നാരായണ നമ്പീശൻ്റെയും വാര്യംകുന്നത്തിൻ്റെയും കോണാരത്തങ്ങളുടെയും പാറക്കാരൻ തുടങ്ങിയ അബൂബക്കർ മുസ്ലിയാരുടെയും പിൽക്കാല തലമുറയാണ് ഞങ്ങളിങ്ങനെ ചേർന്ന് നിന്നതാണ് എന്ന് മനസ്സിലാക്കണം. ഇപ്പോഴും അതെ, മലപ്പുറം ജില്ലയിൽ ഏറ്റവും ആഴമേറിയ സ്നേഹ സൗഹാർദ്ദം എവിടെയാണ് നിലനിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ 1921 മലബാർ സമരം നടന്ന ഭൂപ്രദേശങ്ങളിലാണ്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം ഇതായിരുന്നില്ല എന്നുള്ള. ഈ പൂക്കോട്ടൂർ പണ്ട് ഈ നൊട്ടിയുടെ അമ്പലത്തിലൊരു കാര്യം പറയും. ഇപ്പോൾ ആ അമ്പലം പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന സ്ഥലമേ. പക്ഷെ അവിടെ ഒരു രസമുള്ളൊരു കഥയുണ്ട്. നൊട്ടിയുടെ അമ്പലത്തിൽ താലപ്പൊലി നടക്കുന്നതിൻ്റെ തലേന്ന്, അതാണ് മലപ്പുറം, താലപ്പൊലി നടക്കുന്നതിൻ്റെ തലേന്ന് കുറേ മൊയിലാക്കന്മാരെ കൊണ്ടുവരും, മൊയിലാരുട്ടികളെ. എന്നിട്ട് അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആഹാരം കൊടുക്കും. നൊട്ടി രേഖപ്പെടുത്തണം. അതൊക്കെ എൻ്റെ പുസ്തകത്തിൽ ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. രേഖപ്പെടുത്തേണ്ട പുരാവൃത്തങ്ങൾ. എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും. എന്നതിന് ശേഷം അവരന്ന് പ്രാർത്ഥിക്കും. എന്താ പ്രാർത്ഥിക്കുന്നത്? പടച്ചോനെ, ബദരീങ്ങളെ, ഞങ്ങളുടെ നൊട്ടീൻ്റെ അമ്പലത്തിലെ താലപ്പൊലി ഗംഭീരമാക്കി കൊടുക്കണേ പടച്ചോനെ എന്ന് പടവച്ചവനോടും ബദരീങ്ങളോടും പ്രാർത്ഥിച്ചതിൻ്റെ പിറ്റേന്നാണ് നൊട്ടിയുടെ താലപ്പൊലി നടക്കുക. അതാണ് മലപ്പുറം, അതാണ് ഞങ്ങളുടെ ദേശം. അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്ന മലപ്പുറം ഞങ്ങളുടെ ദേശം അതാണ്. ആ ദേശത്തിൻ്റെ മഹിമയിൽ ഒറ്റ കാര്യം നോക്കിയാൽ മതി. പോർച്ചുഗീസ് കാലഘട്ടം തൊട്ടുള്ള ചരിത്രത്തെക്കുറിച്ച് ലോകത്തെ ഏത് യൂണിവേഴ്സിറ്റിയിൽ ഇരുന്ന് പഠിച്ചാലും മലപ്പുറത്തെ തൊടാതെ ഒരു ഗവേഷണ പഠനവും നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല. ഇന്നും ലോകത്തെ യൂണിവേഴ്സിറ്റികളിൽ ഈ പഠനം നടക്കുമ്പോൾ മലബാർ സ്വാതന്ത്ര്യ സമരം നടക്കുന്നു, അതിൻ്റെ ചരിത്രം കടന്നു വരുന്നു. ഒന്ന് ഉറപ്പ് തന്നെയാണ്, ഏത് വർഗീയമായ ചിത്രീകരണം നടത്താൻ ശ്രമിച്ചാലും ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ട ചരിത്രത്തിൽ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവകാരികളുള്ള ഒരാൾ വാര്യംകുന്നത്ത് എന്ന് പറയുന്ന വലിയ മനുഷ്യൻ തന്നെയായിരുന്നു. അത് ചരിത്രത്തിൽ അങ്ങനെ അങ്ങ് മാച്ച് കളയാനൊന്നും ആരും ശ്രമിക്കേണ്ട. എത്ര സെക്കുലറായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം എടുത്ത് നോക്കിയാൽ മതി. കത്ത് അതുകൊണ്ട് നമ്മളങ്ങനെ നിന്നാൽ മതി. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഓർത്തൊന്നും പേടിക്കേണ്ട കേട്ടോ. ലോകത്ത് ഹിറ്റ്ലറുടെയും മുസോളിനിയുടെയും ചരിത്രം പഠിച്ചാൽ മനസ്സിലായി, അവർ തോറ്റിടത്ത് അവർക്ക് മിമിക്രി ചെയ്യുന്ന ചങ്ങായിമാരൊക്കെ എവിടെ അതിജീവിക്കുന്നതെന്ന് നിങ്ങൾ പറയുന്നത്. ഹിറ്റ്ലർ തോറ്റതാണ്, മുസോളിനി തോറ്റതാണ്, ഗീബൽസ് തോറ്റതാണ്. എന്നിട്ടല്ലേ ഇനി ഇവരൊക്കെ തോൽക്കും. കാരണം അടിസ്ഥാനപരമായ ഒരു ജനതയ്ക്കും വെറുപ്പിലൂടെയും വിദ്വേഷത്തിലൂടെയും അനേക കാലം കടന്നു പോകാൻ സാധിക്കുകയില്ല എന്നതാണ് ചരിത്രത്തിൻ്റെ പാഠം. അതുകൊണ്ട് ആ വെറുപ്പും വിദ്വേഷവും ഇല്ലാതെയാക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് പ്രവർത്തിക്കാം. ഇപ്പോൾ ഒരു ഇരുട്ടുണ്ട്, തീർച്ചയായിട്ടും ഇരുട്ടുണ്ട്. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് മുമ്പിൽ ഒരു ഇരുട്ടുണ്ട്. ഈ ഇരുട്ട് കഴിഞ്ഞ് ഒരു വെളിച്ചം കടന്നു വരാനുണ്ട്. ആ വെളിച്ചത്തെ നമുക്ക് വരവേൽക്കാം. എന്തായാലും ബ്ലോക്ക് പഞ്ചായത്ത് എന്നെ ഇങ്ങനെ ആദരിക്കുമ്പോൾ, എൻ്റെ ഈ പുസ്തകത്തിൻ്റെ പേരിൽ ആദരിക്കുമ്പോൾ ഒരു പ്രത്യേകമായ നന്ദി, പ്രത്യേകിച്ചും പാപ്പിരിപ്പുറക്കാരൻ എന്ന നിലയിൽ എൻ്റെ പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഗംഭീരമായ ചരിത്രാധ്യാപകർ, ഞാൻ ചരിത്രകാരനെ അല്ല കേട്ടോ, എൻ്റെ വിഷയം ചരിത്രവുമല്ല, ഞാൻ നോവലിസ്റ്റാണ്, വാക്യാതാവാണ്, ഫിക്ഷൻ റൈറ്ററാണ്. അതുകൊണ്ട് എൻ്റെ പുസ്തകത്തിൽ കുറച്ച് ഫിക്ഷൻ്റെ അംശമൊക്കെ കാണും. ഞാൻ ഫിക്ഷൻ റൈറ്ററാണ്. പക്ഷേ ഒരു ഫിക്ഷൻ റൈറ്റർ എന്ന നിലയിൽ
ഞാൻ ചരിത്രത്തിൻ്റെ മണ്ണിലൂടെ ഇങ്ങനെ നടത്തിയ ഒരു യാത്ര രേഖപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ട ഞാൻ ഏറെ ഗുരുസ്ഥാനീയരായി ആദരിക്കുന്ന ചരിത്രകാരന്മാരൊക്കെ ഇവിടെയുണ്ട്. അവരൊക്കെ പ്രഭാഷണം നടത്തുന്നു, ഈ ഡോക്യുമെൻ്ററി ഇവിടെ പ്രദർശിപ്പിക്കുന്നു. എന്തായാലും ഇത്രയും വലിയൊരു ആൾക്കൂട്ടം അല്ലേ, ഈ ഹാളിങ്ങനെ തിങ്ങി നിറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ, അതും ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്നിരുന്ന് 1921 മഹാസമരത്തിൻ്റെ ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന ഈ സായാഹ്നത്തിൽ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. 1921 മലബാർ സ്വാതന്ത്ര്യ സമരം ഡോക്യുമെൻ്ററി പ്രകാശനവും ചരിത്ര സെമിനാറും. ഈ സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവർകൾ ഓൺലൈനായി നിർവഹിക്കുന്നു. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, ഏറ്റവും ചരിത്രത്തിൻ്റെ പ്രോജ്വലിക്കുന്ന ഓർമ്മകളിലൂടെ സഞ്ചരിക്കുന്ന ദേശാഭിമാന പ്രചോദിതരായ മനസ്സുകളുടെ കൂട്ടായ്മയിൽ നേരിട്ട് പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായ ചില പരിപാടികൾ നിശ്ചയിക്കപ്പെട്ടതുകൊണ്ട് അവിടെ എത്തിച്ചേരാൻ കഴിയാതെ വന്നിരിക്കുകയാണ്. 1921 മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഏറ്റവും വിചാരഭരിതവും വികാരഭരിതവുമായ ചരിത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്യുമെൻ്ററി പ്രകാശനവും ചരിത്ര സെമിനാറും സംഘടിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ആദ്യമായും സെമിനാറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളേവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഔപചാരികമായി നിർവഹിച്ചതായി ഞാൻ വിനയപുരസ്സരം, അഭിമാനപുരസ്സരം അറിയിച്ചുകൊള്ളട്ടെ. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങൾ ഡോക്ടർ MP അബ്ദുൾ സമദാനി MP, പുരസ്കാര സമർപ്പകർമ്മ എന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ബഹുമാന്യരായ ജനപ്രതിനിധികളായ P ഉബൈദുള്ള MLA, പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA, AP അനിൽകുമാർ MLA, TV ഇബ്രാഹിം MLA, P സുരേന്ദ്രൻ ഉൾപ്പെടെ പേരെടുത്ത് പറയേണ്ട നിരവധി വ്യക്തിത്വങ്ങൾ അവിടെ സമാഹിതരായി. ഞാൻ ദീർഘമേറിയ ഒരു പ്രഭാഷണത്തിന് മലബാർ സമരം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ദീപ്തമായ ഒരു ചരിത്രത്തിൻ്റെ സാക്ഷ്യമാണ്. മലബാർ സമരത്തെ 1921 കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമരമായി അംഗീകരിച്ചു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നിരവധി ആവേശഭരിതമായ ചിന്തകളും ദർശനങ്ങളും ഉൾക്കൊള്ളേണ്ട ഒരു വർത്തമാനകാലത്താണ് നമ്മുടെ നാട് എത്തി നിൽക്കുന്നത്. ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം, അതിലൂടെ നേടിയെടുത്തിട്ടുള്ള നമ്മുടെ അമൂല്യമായ സ്വാതന്ത്ര്യം, വിലപ്പെട്ട ഭരണഘടന, ജനാധിപത്യം, സ്വാതന്ത്ര്യം, മതനിരപേക്ഷത, ഇതെല്ലാം തന്നെ സംരക്ഷിക്കാനുള്ള ഐതിഹാസികമായ സ്വാതന്ത്ര്യ സമരം പോലെയുള്ള മറ്റൊരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പദവിന്യാസങ്ങൾ സ്വീകരിക്കേണ്ട ഒരു വർത്തമാനകാലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന് 75 വയസ്സിൽ രാജ്യം അതിൻ്റെ ആഘോഷങ്ങൾ മുഴുകുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരത്തിലെ മറ്റൊരു സുപ്രധാനമായ മുഹൂർത്തം അതിന് 100 വർഷം തിരികെയാണ്. 1921 മലബാർ സമരം ബ്രിട്ടീഷ് ഭരണകൂടത്തെ വിറപ്പിച്ച ശക്തമായ പോരാട്ടം. മലപ്പുറം, തിരൂരങ്ങാടി, കരൂർ, കച്ചേരിക്ക് സമീപം മുഴങ്ങിയ ആ വെടിയൊച്ചക്ക് 2021 ഓഗസ്റ്റ് 20 ഒരു നൂറ്റാണ്ട് തിരികെയാണ്. ഇത് വാസ്തവത്തിൽ ചരിത്രത്തിൻ്റെ ഏറ്റവും രേഖപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രത്തിൻ്റെ സാക്ഷ്യം. സ്വാതന്ത്ര്യ സമരം പോരാട്ടമെന്നും കർഷക സമരമെന്നും മലബാർ വിപ്ലവമെന്നും പല പേരുകളിൽ ഈ മുന്നേറ്റം അറിയപ്പെടുകയില്ല. ഒരു ജനതയെ അടിമയാക്കി വെള്ളക്കാരൻ്റെ ഭരണത്തിനെതിരായി നടന്ന ഉജ്ജ്വല പോരാട്ടമായി 21 മുന്നേറ്റത്തെ ചരിത്രം രേഖപ്പെടുത്തി. സ്വാതന്ത്ര്യ സമരവുമായി കണ്ണിച്ചേർന്ന് നിന്ന പോരാട്ടമായി ഖിലാഫത്ത് പ്രസ്ഥാനവും മുസ്ലിങ്ങളുടെ ആഗോള ആത്മീയ നേതൃത്വമായി കരുതപ്പെട്ടിരുന്ന തുർക്കിയിലെ ഖലീഫ് ബ്രിട്ടീഷുകാർ സ്ഥാനഭ്രഷ്ടനാക്കിയത്. ഇതിനെതിരെ ഇന്ത്യയിൽ ചില മുസ്ലിം നേതാക്കന്മാർ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു.
ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗം. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായ നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ഖിലാഫത്ത്, ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഭാഗമായി സൂക്ഷിക്കപ്പെടുകയാണ്. നമ്മുടെ ഖിലാഫത്ത് നേതാക്കന്മാരുടെ ആഹ്വാനം അനുസരിച്ച് മലബാർ മുസ്ലിങ്ങൾ പ്രവർത്തനത്തിൽ സജീവമായി. അക്രമരഹിത സമരമാണ് ഗാന്ധിയുടെ കർമ്മപദ്ധതി. ഏറനാട്, വെള്ളവനാട് താലൂക്കുകളും പൊന്നാനി, കോഴിക്കോട് താലൂക്കുകളിലും ചില ഭാഗങ്ങളിൽ ഉൾപ്പെട്ട തെക്കേ മലബാറിൽ ഖിലാഫത്ത് കോൺഗ്രസ് പ്രവർത്തകരും ബ്രിട്ടീഷ് അനുകൂലികളും ഏറ്റുമുട്ടിയ ചരിത്രം. ഖിലാഫത്ത് പ്രവർത്തകരും ഓഫീസർക്കുമെതിരെ പോലീസ് നടപടികൾ. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ തിരൂരങ്ങാടിയിലെ ആസ്ഥാനമായത് ഹജൂർ കച്ചേരി. തിരൂരങ്ങാടിയിൽ പരിശോധന നടത്തിയ പട്ടാളം തമ്പടിച്ചത്. പട്ടാളത്തിൻ്റെ ഏറ്റവും ക്രൂരമായ ഇടപെടലുകൾ, ഇവരെല്ലാം പട്ടാളത്തിൻ്റെ എത്രയോ മർദ്ദനമുറകളെ അതിജീവിച്ചുകൊണ്ടാണ് ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ അഹിംസാത്മകമായ സമരം മുന്നോട്ട് പോയത്. അങ്ങനെ പേരെടുത്ത് പറയാൻ നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. മലബാർ കളക്ടർ എസ് തോമസ് ഉദ്യോഗം നിരോധിച്ചപ്പോൾ യാപ്പൂർ, ഹസൻ കെ മാധവൻ നായർ, ഗോപാലമേനൻ, ഉന്മാടത്ത് മൊയ്തീൻ കോയ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് 6 മാസം തടവിന് ശിക്ഷിച്ചു. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുകയാണ്. അതോടെ മലബാർ ഖിലാഫത്ത് കോൺഗ്രസ് പ്രവർത്തക പ്രതിഷേധം രൂക്ഷമായി. തിരൂരങ്ങടിയിലെ അലി മുസ്ലിയാർ, നെല്ലിക്കുന്നിനെ, വാരിയംകുന്നത്ത് മുഹമ്മദ് ഹാജി, മുഹമ്മദ് ഹുസൈൻ, ചെമ്പ്രശ്ശേരി തങ്ങൾ, മുഹമ്മദ് അബ്ദുറഹ്മാൻ തുടങ്ങിയ അവർ നേതാക്കന്മാരുടെ സംഭാവനകളും നമ്മൾ കേൾക്കുകയും ചെയ്യാം. അതിനിടെ ഓഗസ്റ്റ് ആദ്യവാരം മലപ്പുറം പൂക്കോട്ടിൽ ജന്മിയുടെ പരാതിയിൽ ഖിലാഫത്ത് നേതാവ് അറസ്റ്റ് ചെയ്തതായി. 1936 മലബാറിൽ 50-ലേറെ കർഷക കലാപങ്ങൾ പലപ്പോഴായി നടന്നു. പുതിയൊരു മാപ്പിള കലാപത്തിന് അരങ്ങുകയാണെന്ന് കളക്ടർ ഭയം. തിരൂരങ്ങാടി, പൂക്കോട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാപ്പിളമാർ ആയുധങ്ങൾ ശേഖരിക്കുന്നതായി കേട്ട് ആഗസ്റ്റിൽ തിരൂരങ്ങാടി പള്ളിയിൽ കളക്ടർ നേതൃത്വത്തിൽ പോലീസും പട്ടാളം സംയുക്ത ബഹിർവ് നടത്തി. പട്ടാളം പള്ളി പൊളിച്ചെന്നും അരിപൊഷി അറസ്റ്റ് ചെയ്തെന്നും കളക്ടറെയും പോലീസ് മേധാവിയെയും പ്രക്ഷോഭർ കൊലപ്പെടുത്തിയെന്നും ഇതിനകം അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഖിലാഫത്ത് പ്രവർത്തകർ തിരൂരങ്ങാടിയിൽ സംഘടിച്ചെത്തി. അന്ന് ഉച്ചയ്ക്കും വൈകിട്ടുമായി 3 തവണയായി നടന്ന ഏറ്റുമുട്ടലുകളിൽ 70ഓളം ഖിലാഫത്ത് പ്രവർത്തകരും ഏതാനും ഉദ്യോഗസ്ഥന്മാരും എല്ലാം പ്രതീക്ഷിച്ചു. അങ്ങനെ ചരിത്രത്തിലെ അപൂർവമായ അനുഭവങ്ങൾ, സംഘട്ടനങ്ങളും സംഘാതങ്ങളും മരണമെല്ലാം തന്നെ കേൾക്കാൻ കഴിഞ്ഞത്. ഓഫീസുകൾ, സർക്കാർ ഓഫീസുകൾ, റെയിൽപ്പാളങ്ങൾ, പാലങ്ങൾ തകർക്കപ്പെട്ടത്, ഹജൂർ കച്ചേരി വെളുപ്പ് താമസിച്ച കലക്ടറും സംഘവും പിറ്റേന്ദ്രരാവിലെ കോഴിക്കോട്ട് മടങ്ങി. അതോടെ ബ്രിട്ടീഷ് സർക്കാർ പിന്മാറിയെന്ന് വിശ്വസിച്ച് ഏതാണ്ട് ഖിലാഫത്ത് ഭരണം പ്രഖ്യാപിക്കപ്പെട്ടു. അങ്ങനെ ചരിത്രത്തിൻ്റെ ഒരുപാട് സ്പന്ദങ്ങളുണ്ട്. പ്രത്യേക യാത്രാ പാസും നീതികണ്ഠം വരെ നിലവിൽ വന്നു. 6 മാസത്തോളം ഈ വ്യവസ്ഥ നിൽക്കുന്നു. മലബാറിൽ പട്ടാളം പ്രഖ്യാപിച്ച സർക്കാർ തിരിച്ചറിഞ്ഞു. തുടർന്ന് 4 മാസത്തോളം നടന്ന നിരന്തരമായ പോരാട്ടങ്ങൾ ആയിരങ്ങൾ കൊല്ലപ്പെടുകയുണ്ടായി. 100 കണക്കിന് വീടുകൾ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. പ്രക്ഷോഭകരും തിരിച്ചടിച്ചു. ഏറ്റുമുട്ടലുകൾ തുടരുകയുണ്ടായി. മലബാർ സ്വാതന്ത്ര്യ സമരം ചരിത്ര സെമിനാറും ഡോക്യുമെൻ്ററി പ്രകാശനവും. ചരിത്ര സെമിനാറിൽ പ്രബന്ധാവതരണം നടത്തുന്നതിനായി ഈ ഡോക്യുമെൻ്ററിയുടെ നിർമ്മാണത്തിൽ അക്കാദമിക മേൽനോട്ടം വഹിച്ച കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ശിവദാസൻ അവർകളെ ക്ഷണിക്കുന്നു. കേരളത്തിലെ ദേശീയ ബോധനിർമ്മിതിയിൽ തിയോസഫി പ്രസ്ഥാനത്തിൻ്റെ പങ്ക് എന്ന വിഷയത്തിൽ കേരള സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദം നേടിയ അദ്ദേഹത്തിന് ഗവേഷണത്തിന് UGCയുടെ റിസർച്ച് അവാർഡും ലഭിച്ചിട്ടുണ്ട്. വാഗൺ ട്രാജഡി, കനൽ വഴികളിലെ കൂട്ടക്കുരുതി എന്ന പുസ്തകമടക്കം നിരവധി പുസ്തകങ്ങളും ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദക്ഷിണേന്ത്യൻ ചരിത്ര കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഇപ്പോൾ കാലടി സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായും കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം പ്രൊഫസറായും സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ പി ശിവദാസൻ അവർകളെ പ്രബന്ധാവതരണത്തിനായി സാദരം ക്ഷണിക്കുന്നു.